ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കമ്പനി ബോർഡ് LGSൻ്റെ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്തൊക്കെ പാളിച്ചകളാണ് കഴിഞ്ഞ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഞാൻ കമ്പനി ബോർഡ് LGSൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അതിന് വേണ്ടി മാത്രം പഠിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, മൊത്തത്തിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഒരു സിലബസ് ഓറിയൻറ്റഡായി സിലബസ് ഊന്നൽ നൽകി പഠിക്കുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി പ്രധാനമായിട്ട് 2 കാരണമാണുള്ളത്. കാരണം കഴിഞ്ഞ എക്സാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ആഗ്രഹിച്ച് ഉറപ്പിച്ച്, അതായത് ലിസ്റ്റിലിടം നേടുമെന്ന് ഉറപ്പിച്ച് എഴുതിയ ഒരു എക്സാം ആയിരുന്നു. പക്ഷേ എൻ്റെ കുറേ പാളിച്ചകൾ കാരണം എനിക്ക് ആ ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അന്ന് മുതലേ എപ്പോഴോ മനസ്സിൽ കയറിയൊരു ആഗ്രഹമായിരുന്നു LGS എക്സാം പിടിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം. പിന്നെ ഞാനിപ്പോൾ ഒരു ഡിഗ്രി വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്ക് വേറെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമുകൾ എഴുതാൻ പറ്റില്ല. ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു LGS ലെവലുള്ള എക്സാം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ LGS എക്സാം ഫോക്കസ് ചെയ്യാനായിട്ട് കാരണം ഞാൻ പറഞ്ഞു എനിക്കൊരു അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ LGS എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, മാനസികമായിട്ട് ഞാൻ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയായിരുന്നു. ആ എക്സാമിൽ എനിക്ക് വിചാരിച്ച പോലൊന്നും എനിക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാനും ലാസ്റ്റ് സമയത്ത് റിവിഷൻ്റെ പോരായ്മകളും അതേപോലെ തന്നെ കറണ്ട് അഫെയർ പഠിച്ചതിലുള്ള പോരായ്മകളൊക്കെ കാരണം നല്ലപോലെ പ്രിപ്പയർ ആവാനോ, അതെനിക്ക് ഏറ്റവും വിഷമമായെന്ന് വെച്ചാൽ എൻ്റെ മാർക്കിൻ്റെ തൊട്ട് എടുത്ത് തന്നെയാണ്, വെരി ക്ലോസ് ആയിട്ടാണ് എൻ്റെ കട്ട് ഓഫ് വന്നതും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്കതിൽ ഇടം നേടാൻ പറ്റിയേനെ എന്നുള്ള ആ ഒരു ഇത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്നായിരുന്നു. അപ്പോഴാണ് ഞാനിപ്പോൾ 2026 കുറേ നല്ല എക്സാമുകൾ PSC ഇനി വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ എന്ന് വെച്ചാൽ, എനിക്ക് പറ്റിയൊരു പ്രധാന മിസ്റ്റേക്ക്, അന്ന് എനിക്ക് ഇതേപോലെ ഞാൻ ഇത്രയും ശ്രമിച്ചിട്ടും എനിക്കതിൽ നേടാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് മാനസികമായിട്ട് ബാക്കിലോട്ട് പോയി. എന്നെക്കൊണ്ട് ഇനി അത് പറ്റുമോ, അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഞാൻ ഇത്രയും ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ 10 മണിക്കൂർ PSCക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുള്ള മത്സരാർത്ഥികൾ 20 മണിക്കൂർ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമിന് അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി പഠിച്ച് നമുക്കതിൽ വിജയം നേടാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും പിന്നോട്ട് മാറരുത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. കാരണം പിന്നോട്ട് പോകുമ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ഒന്നിൽ നിന്ന് വെറും 0യിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ എത്രയും നാളും പഠിച്ച് അത്രയും നാളും പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു ലെവലിൽ എത്തിച്ച് കൊണ്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് പുറകോട്ട് പോകാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. ഒരിക്കലും അത് പുറകോട്ട് പോകാൻ വേണ്ടി നമ്മൾ തന്നെ കാരണക്കാരാവരുത്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ ഒരു എക്സാം, എനിക്ക് പറഞ്ഞാൽ ഒരു എക്സാം മാത്രമായിട്ട്, ഒരൊറ്റ എക്സാം മാത്രമായിട്ട് നമ്മളൊരിക്കലും ഫോക്കസ് ചെയ്യരുത്. എങ്ങനെയെങ്കിലും ഫോക്കസ് ചെയ്യരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ആ എക്സാം ഏതെങ്കിലും ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തളർത്തും. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക. PSC നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് പഠിക്കാം, അങ്ങനെയൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്. കാരണം അങ്ങനെയൊക്കെ ആ ഒരു സ്റ്റേജിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പം നിലവിൽ കഴിഞ്ഞ കമ്പനി ബോർഡ് തന്നെ അതിൻ്റെ പ്രിലിമിനറി പാസ് ആയപ്പോൾ ഞാൻ അന്നും മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടേ ഇല്ല. ആദ്യം പ്രിലിംസിൻ്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് പാസ്സായെങ്കിൽ മാത്രം പഠിക്കേണ്ട കാര്യമല്ലുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു. എനിക്കറിയാം എൻ്റെ ഇതേപോലെ ഞാൻ ഈ ചിന്തിക്കുന്ന പോലെ ചിന്താഗതികളെ കുറേ കൂട്ടുകാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഒരു പ്രധാന പ്രശ്നം. അന്ന് ഞാൻ അവിടെ ആ ഒരു പഠനം ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ കയറി പറ്റിയനെ എന്നുള്ള ആ ഒരു റിഗ്രറ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും എനിക്ക് PSC അല്ലെങ്കിൽ എക്സാമുകൾ എഴുതി സമയം കളയാൻ വയ്യ. എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും 2025-ലോ 2026-ലോ ഏതെങ്കിലും ഒരു എക്സാമിൽ എന്തായാലും കയറുന്ന ഉറപ്പിച്ചിട്ടാണ് ഇപ്പം ഞാൻ വീണ്ടും പഠനം തുടങ്ങിയിട്ടുള്ളത്. കാരണം ഇവിടെ വെച്ച് ഈ പഠനം ഞാൻ നിർത്തിപ്പോയാൽ ഇത്രയും നാൾ ഞാൻ പഠിച്ചത് വെറും ഒന്നല്ലാതായി പോകും അല്ലേ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും പഠിച്ചതിന്, ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന്, ഇത്രയും നാളും ഉറക്കൊഴിച്ചതിനൊക്കെ ഒരു റിസൾട്ട് ഇല്ലാതായി മാറും. അതിന് വേണ്ടിയിട്ടല്ലല്ലോ ഞാനിപ്പോൾ ഇത്രയും നാളും ഞാൻ എൻ്റെ PSCയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ കളഞ്ഞത് അല്ലേ. അപ്പോൾ എനിക്കതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ആ എക്സാം കിട്ടിയില്ലെങ്കിൽ പഠനം അവിടെ വെച്ച് നിർത്തിയോ അല്ലെങ്കിൽ കഴിഞ്ഞു, ഇനി ഒരിക്കലും വേറെ എക്സാം എന്നെ കൊണ്ട് പറ്റും, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇപ്പോൾ ആദ്യം പ്രിലിമിനറി എക്സാം എഴുതുമ്പോൾ 40, 45, 48 മാർക്കൊക്കെ എനിക്കും കിട്ടിയിരുന്നുള്ളൂ. ഞാൻ എന്നിലൊരു വിശ്വാസം കൊടുത്തതിന് ശേഷമാണ് 80, 85, 87 ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ പ്രിലിംസുകളും, ഒരുവിധം എല്ലാ പ്രിലിംസും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അത്യാവശ്യം നല്ല മാർക്കോട് കൂടി തന്നെ എനിക്ക് എന്നിൽ തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്.
കാരണം എന്നേക്കാൾ നന്നായി പഠിച്ചിരുന്നവർ പോലും എൻ്റെ മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റാതെ പല ലിസ്റ്റുകളിലും പല പ്രിലിംസും അവർക്ക് പാസ്സാവാൻ കഴിയാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് അത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് അതാണ്. ഒരുപാട് എക്സാമുകളുണ്ട്. ഒരു എക്സാമിന് മാത്രം ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും കമ്പനി ബോർഡ് LGSന് ഫോക്കസ് ചെയ്യാൻ കാരണം ഒന്നാമത് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത്ര ആഗ്രഹിച്ച് കൈ വിട്ടു പോയിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും പഠനം ആരംഭിക്കുമ്പോൾ എനിക്ക് എന്തായാലും ബേസ് ലെവലിൽ നിന്ന് തന്നെ തുടങ്ങണം. അല്ലാതെ ഒരു ഒറ്റ ദിവസം വന്നിട്ട് എല്ലാതും വീണ്ടും ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചു തുടങ്ങാമെന്നാണ് എനിക്ക് നടക്കുന്ന കാര്യമല്ല. അതായത് ബേസിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോയ ഫൗണ്ടേഷൻ ആദ്യം ഓക്കെ ആയിരിക്കണം അല്ലേ, എന്നാലേ നമുക്ക് മുകളിലേക്ക് കെട്ടി ഉയർത്തുന്നത് സ്ട്രോങ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് നിലവിൽ നോക്കുമ്പോൾ കമ്പനി ബോർഡ് LGSന് ഇപ്പോൾ കുറച്ച് നാളും കൂടി ഉണ്ട്, ബേസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്കറിയാം 7ാം ക്ലാസ് ക്വാളിഫിക്കേഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ബേസ് ലെവൽ ഇപ്പോൾ SCERT ബുക്കുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കുമ്പോൾ 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ചൊന്നും നിർത്തരുത് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അത് എന്തുകൊണ്ട് അങ്ങനെ പറയാമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ പറ്റുന്ന ഒരു ബേസിൽ നിന്നും കൂടിയാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത് എന്നതുകൊണ്ട് എനിക്ക് ഇത്രയും കൂടിയും തോന്നുന്നു അതായിരിക്കാം ബെറ്റർ എന്ന് വെച്ചാൽ അതിനൊപ്പം ഇനിയും കുറേ നല്ല എക്സാമുകൾ വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി ഞാൻ ഇതിനോടൊപ്പം തന്നെ അതും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ കമ്പനി ബോർഡ് LGSൻ്റെ സിലബസിൽ ഇംഗ്ലീഷും മലയാളവും അതേപോലെ തന്നെ IT അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, സിലബസിൽ വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സിലബസ് ഞാൻ കമ്പനി ബോർഡ് LGSൻ്റെ തുടങ്ങാം. അതിനുശേഷം നമുക്ക് തന്നെ ഒരു വിശ്വാസമാവുമല്ലോ നമ്മളിപ്പോൾ ഓക്കെയാണ്, നമ്മുടെ ബേസ് സെറ്റാണെന്ന് തുടങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷും മലയാളവും IT പിന്നെ അതേപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ തുടങ്ങിയ കോമൺ ബാക്കിയുള്ള എക്സാമുകളിൽ ചോദിക്കുന്ന സിലബസിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ LDC ഇതേപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൽ ജോയിൻ ചെയ്തത്. അതും കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനോ പറ്റിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് പിന്നെ LDക്ക് വേണ്ടി ഞാൻ വീണ്ടും തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്ക് ആ എക്സാമിന് മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാനും പഠിക്കാനും പറ്റിയിരുന്നില്ല. ക്ലാസ്സുകൾ കാണലുണ്ടായിരുന്നു, ക്ലാസ് ജസ്റ്റ് കണ്ടുപോകും, കാരണം പൈസ അടച്ച് നമ്മൾ ജോയിൻ ചെയ്തതാണല്ലോ. അപ്പോൾ ആ ഒരു കുറ്റബോധം ഇല്ലാതിരിക്കാൻ ക്ലാസ്സുകൾ കണ്ടുപോയിരുന്നു. ഒരുപാട് നല്ല ക്ലാസ്സുകൾ തന്നെയായിരുന്നു കേട്ടോ സൈലത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഇവിടെ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഇത് PSC പഠനം ഫുള്ളായിട്ട് ഉപേക്ഷിച്ചാലോ എന്ന് വരെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ഞാനാണ് വീണ്ടും ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ വീണ്ടും പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇതാ പറയാനുള്ളൂ, നമ്മൾ ഒരിക്കലും അവിടെ ഉപേക്ഷിച്ചാൽ ഇനിയിപ്പോൾ അത്യാവശ്യം നമുക്ക് ടൈമുണ്ട്, നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇനി കമ്പനി ബോർഡ് LGSന് പഠിച്ചു തുടങ്ങാൻ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യം അതുകൊണ്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സ്റ്റേറ്റ് ഗ്രേഡ് എക്സാമാണ്, ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റിയ എക്സാമാണ്. കട്ട് ഓഫ് നല്ല രീതിയിലുണ്ടാവും. കഴിഞ്ഞ എക്സാമിന് 76 പോയിൻറ്റ് ആയിരുന്നു കമ്പനി ബോർഡ് LGS എന്ന് വെച്ചാൽ, ഇപ്രാവശ്യം നമുക്കത് 86-90 അപ്പുറം നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുന്നവർക്ക് ഓക്കെ, ആ എക്സാമിൽ നമുക്ക് അതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ. ഇപ്പോൾ മെയിനായിട്ട് ഒരു എക്സാം ആകുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എന്നും വെച്ച് ബാക്കിയുള്ള എക്സാമുകളും നമ്മൾ നോക്കാതിരിക്കരുത് അല്ല. ബാക്കിയുള്ള പോർഷനുകൾ ഇപ്പോൾ നല്ല നല്ല എക്സാമുകൾ 2026 വരാനുണ്ട് എന്ന് വെച്ചപ്പോൾ നമ്മൾ ഇംഗ്ലീഷോ മലയാളം അതൊന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത് നമ്മൾ എപ്പോഴും ഇതിനൊപ്പം കൊണ്ടുപോകാൻ എപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പം നമുക്ക് കമ്പനി ബോർഡ് LGS ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്കിപ്പോൾ നിലവിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ആ ടൈമും കൂടി സിലബസിലേക്ക്, നമ്മളുടെ കമ്പനി ബോർഡിൻ്റെ സിലബസിലേക്ക് കൂടുതൽ സമയം കൂടുതൽ ഏരിയകൾ കവർ ചെയ്യാനായിട്ട് വേണം നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ എനിക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് SCERT ബുക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഓരോ എക്സാമുകളും ഇപ്പം നിലവിൽ കുറച്ച് എക്സാമുകൾ നടന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം. പക്ഷേ അതിനൊക്കെ മുമ്പ് ഞാൻ സ്ഥിരമായിട്ട് PSC എന്ത് എക്സാം നടത്തി അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അത്യാവശ്യം നാളെ ട്യൂഷൻ കുട്ടികൾക്ക് എടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പേപ്പർ കാണുമ്പോൾ അറിയാം എത്രത്തോളം ചോദ്യമാണ് SCERT ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തേക്കാണ് ബുക്കുകൾ. ഇപ്പോൾ അല്ലേ നിലവിൽ ഇപ്പോൾ ഈ അധ്യയന വർഷത്തിൽ പിന്നെയും ബാക്കിയുള്ള ക്ലാസ്സുകളുടെയും കൂടി ബുക്കുകളൊക്കെ ചേഞ്ച് ആവാണ്. അപ്പോൾ ഇത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് അത്രയും അരിച്ചു പറക്കി നമ്മൾ പഠിച്ചാൽ മാത്രമേ SCERT അല്ല നമ്മൾ വെറുതെ വായിച്ചു പോയി ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുക്ക് മേടിച്ച് വെറുതെ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. അത്രയും സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ മാത്രമേ SCERT എന്നുള്ള മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ SCERT പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുതയാണ് അല്ലെങ്കിൽ പഠിക്കേണ്ട ഒന്നാണ് നമ്മളുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. കറണ്ട് അഫെയർ ഡെയിലി ബേസിൽ നമ്മൾക്കൊരു 10 പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ 10 10
20 ആണെങ്കിൽ 20 ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. കാരണം കഴിഞ്ഞ എക്സാമിൽ എനിക്ക് പാളിച്ച പറ്റിയത് എൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയറിലാണ് എൻ്റെ മാർക്ക് പോയതും എനിക്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയാതെ വന്നതും എനിക്ക് കറണ്ട് അഫെയർ കാരണമാണ്. അപ്പോൾ കറണ്ട് അഫെയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്സ് അല്ലേ. മാത്സ് നമുക്കറിയാം അത്ര ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇതൊന്നും സിലബസിൽ കയറി വന്നിട്ടില്ല അല്ലേ. അപ്പം അത്രയും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളൊന്നല്ല വന്നിട്ടുള്ളത്. പക്ഷേ ഉള്ളത് നമ്മൾ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ഒക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പഠിക്കാതിരിക്കുന്നവരുടെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ എനിക്ക് വന്ന പാളിച്ചകൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇനിയുള്ള എക്സാമിന് ഞാൻ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതാണ്. കാരണം ഇനി ഒരു റിഗ്രറ്റ്, ഓക്കെ അന്ന് ഇത്രയും കൂടി നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൂടി നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയേനേലോ എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ തന്നെ ഞാൻ അതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. നമ്മളുടെ പോരായ്മകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്കൊണ്ട് പറ്റില്ല എന്ന് വെച്ചിരിക്കാതെ നിങ്ങളും എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങും.